السلام عليكم ورحمة الله تعالى وبركاته. ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മോട് അല്ലാഹു തആല പിന്തുടരാൻ കൽപ്പിച്ചതാണ് അമ്പിയാക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് രണ്ട് വിധമായി ജനങ്ങളെ വർഗീകരിക്കുന്നുണ്ട്. അല്ലാഹുവിനോട് അടുത്ത റബ്ബാനികളായ ആൾക്കാരും ശൈത്താൻ ഹിസ്ബുല്ലാഹി ഹിസ്ബു ശൈത്താൻ എന്നീ രണ്ട് വിഭാഗങ്ങളായി ലോകത്ത് തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ജനതയെ ഇത്തരത്തിൽ തിരിക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു മാനദണ്ഡം എന്ന് വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകിയ ഒരു മനുഷ്യൻ നന്മയാണോ തിന്മയാണോ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നന്മ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി ഹിസ്ബുള്ളയിലും തിന്മ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഒരു ഹിസ്ബു ശൈത്താൻ എന്നൊരു കാറ്റഗറിയിലുമാണ് പെടുന്നത്. അപ്പോൾ ഒരു അംബിയായിൽ നിന്ന് ഒരു ദമ്പോ ഒരു മഅസിയത്തോ വല്ലതും വന്നു പോയാൽ അത് ഹിസ്ബു ശൈത്താൻ എന്നൊരു ഗണത്തിൽ പെടുകയും അവരോട് പിന്നീട് പിന്തുടരാൻ അവകാശമില്ലാതാവുകയും ചെയ്യും. ഇത്തരത്തിൽ നോക്കുമ്പോൾ അംബിയാക്കളുടെ മേൽ വാജിബായി മാറുന്ന ഒന്നാണ് അമ്പിയാക്കളുടെ മേൽ അല്ലാഹു തആല അവർക്ക് ഔദാര്യമായി നൽകിയ ഒന്നാണ് ഇസ്മത്തുൽ അംബിയ, പാപങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം. ഈ പാപങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം ഏത് ഘട്ടത്തിലാണ് അവർക്ക് ഉണ്ടാകുന്നത്? നുബുവത്തിന്റെ മുമ്പാണോ ശേഷമാണോ? അതെല്ലാം മറന്നിട്ടാണോ? മറവിയിലൂടെ അവർക്ക് സംഭവിക്കാൻ പറ്റുമോ? കബീറത്ത് സഗീറത്ത് എന്ന ഒട്ടനവധി ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇഖ്തിയാർ ഉള്ള ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു ഹിഫ്ളാണ് അമ്പിയാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ഹിഫ്ളാണ് ഇസ്മത്ത് എന്ന് നമുക്ക് നിർവചനം പറയാൻ സാധിക്കും. ഒരിക്കലും പിന്നീട് അവരിൽ നിന്ന് ആ ഒരു വസ്ഫ് അവർക്ക് ഉള്ളതിനാൽ തന്നെ ഇസ്മത്തുൽ അംബിയ അവർക്ക് വാജിബാവുകയും അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കൽ ആ ഒരു അർത്ഥത്തിൽ അഖലിയായിട്ടല്ലെങ്കിലും ആ ഒരു അർത്ഥത്തിൽ അവർക്ക് മുഹാലായി മാറുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് ഹിഫ്ളുൽ ഔലിയാവും ഇസ്മത്തുൽ അംബിയാവും തമ്മിലുള്ള ഒരു വേർതിരിവ് കൂടി മനസ്സിലാക്കേണ്ടത്. ഹിഫ്ളുൽ ഔലിയായില് അവർക്ക് തെറ്റ് സംഭവിക്കുക എന്നതൊരിക്കലും മുഹാലല്ല, അവർക്ക് അത് സംഭവിക്കാം. അവരിൽ നിന്ന് സംഭവിച്ചതിനും ഒരുപാട് തെളിവുകൾ നമുക്ക് നിരത്താൻ സാധിക്കും. എന്നാൽ അമ്പിയാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു തിന്മ സംഭവിക്കുക എന്നത് തീർത്തും മുഹാലായ ഒരു കാര്യമാണ്. ഇതൊരു നുബുവത്തിന്റെ മുമ്പാണോ ശേഷമാണോ എന്ന വിഷയത്തിൽ അഹ്ലുസുന്നയിലെ ആളുകൾക്ക് തന്നെ അഹ്ലുസുന്നയിലെ ഇമാമുകാർക്ക് തന്നെ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തുന്നത് സഹ്വെന്ന നിലക്കോ നുബുവത്തിന്റെ മുമ്പാവട്ടെ ശേഷമാവട്ടെ അവർക്ക് സഹ്വെന്ന നിലക്കോ ചെറിയ ദോഷവും വലിയ ദോഷവും ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് അഹ്ലുസുന്നയുടെ നിലപാടായി തഹ്ഖീഖ് എന്നൊരു ഇബാറത്തിട്ടുകൊണ്ടാണ് ഇബ്നുൽ ഹജർ അൽ ഹൈതമി തങ്ങൾ അതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അമ്പിയാക്കളുടെ നുബുവത്തിന് മുമ്പും ശേഷവും മറന്നുകൊണ്ടും മനഃപൂർവ്വവും അവരിൽ നിന്ന് ഒരു തിന്മയും സംഭവിക്കില്ല. ഇനി ചെറിയ ദോഷങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കാം, ഉടനടി അവർക്ക് അതിനെ തൊട്ടുള്ള ഒരു ഇന്തിബാഹ് അവരുടെ ഒരു പെട്ടെന്ന് മാനസാന്തരം പെടുകയും അതിന് പെട്ടെന്ന് തൗബ ചെയ്യുകയും ചെയ്യുമെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള ഇസ്മത്തുൽ അംബിയ ഇനി എതിരായി വരുന്ന സമയത്ത് എന്താണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്നും കൂടി നാം മനസ്സിലാക്കണം. ഇസ്മത്തുൽ അംബിയ അവർക്ക് വാജിബാണ് എന്ന് വെക്കുമ്പോൾ ആദം അലൈഹിസ്സലാം മുതൽക്ക് നാം ഒട്ടനവധി കാര്യങ്ങളിൽ അതിന് എതിരായി ലാഹിറിൽ അവർക്ക് അസാ ആദം എന്ന് പറയുന്ന ഒട്ടനവധി ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആയത്തുകളിൽ എന്താണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ സാഹചര്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള തഅ്വീലുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് ഇസ്മത്ത് സ്ഥിരപ്പെടുത്തുക എന്നതാണ്. അവരൊരിക്കലും ഹിസ്ബു ശൈത്താനിൽ മഅസിയത്ത് ചെയ്യുന്ന ഒരു ഹിസ്ബു ശൈത്താനിലേക്ക് അവരെ വഴിതിരിച്ചു വിടാതെ അവരോട് മറ്റുള്ളവർ എന്തെങ്കിലും ഫാസിഖുകളായ ആളുകൾ നിങ്ങളിലേക്ക് ഒരു ഖബർ എത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ സാക്ഷി നിർത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തബയ്യനു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമുള്ളതിനാൽ തന്നെ ഒരു ഫാസിഖായ ഒരു മഅസിയത്ത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അദാലത്ത് നഷ്ടപ്പെടുക എന്നത് നമുക്കറിയാൻ സാധിക്കും. ഈ ഒരു ഫാസിഖായ വ്യക്തിയെ പിന്തുടരുക എന്നത് ശരീഅത്ത് പ്രകാരം അതിന് ഒരു സാക്ഷിയെ നിർത്തേണ്ട ആവശ്യം വരും. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേരിട്ടുകൊണ്ട് ഖബർ അറിയിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഫിസ്ക് സ്ഥിരപ്പെട്ടാൽ ആ വ്യക്തിയെ വിശ്വാസത്തിന് കൊള്ളാത്ത ആളായതിനാൽ തന്നെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്മത്തുൽ അംബിയ നമുക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കും. ഇനി അവരിൽ നിന്ന് ഒരു ദമ്പ് സംഭവിച്ചാൽ തന്നെ ആ ദമ്പിന് അടിസ്ഥാനപരമായി നമ്മൾ തഅ്വീലുകൾ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഇസ്മത്തിനോട് യോജിച്ച രീതിയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ തന്നെ നാം ഒട്ടനവധി തഅ്വീലുകൾ ഇസ്മത്തുൽ അംബിയ എന്ന് പറയുന്ന റാസി ഇമാമിന്റെ കിതാബുകളിൽ തന്നെ നമുക്ക് ഒട്ടനവധി തഅ്വീലുകൾ കാണാൻ സാധിക്കും. ഈ തഅ്വീലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെ പൂർണ്ണമായി ദമ്പിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് അവർ ലാഹിറിൽ അവർക്ക് ശരീഅത്തിന് എതിരായി തോന്നുന്ന വിഷയം
വിഷയങ്ങളെ ശരീഅത്തിന്റെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതിന് തഅ്വീലുകൾ കൊടുത്ത് അവർക്ക് ഇസ്മത്തുൽ അംബിയാ സ്ഥിരപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അവസാനമായി ഷീകൾക്കുള്ള ഇസ്മത്തുൽ അംബിയാവും ഷീകൾ അവരുടെ ഇമാമുമാർക്ക് സ്ഥിരപ്പെടുത്തുന്ന ഇസ്മത്തും നമ്മൾ സ്ഥിരപ്പെടുത്തുന്ന ഇസ്മത്തും തമ്മിൽ വളരെ അന്തരമുണ്ട്. അവർ അവരുടെ ഇമാമുമാരുടെ വാദങ്ങളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ആ ഇമാമുമാരെ പിന്തുടരാനും അവരുടെ വാദങ്ങൾക്ക് പിന്തുണ നൽകാനും വേണ്ടി അവർ സ്ഥിരപ്പെടുത്തുന്ന ഒന്നാണ് ഇസ്മത്തു അവരുടെ ഇമാമുമാർക്കുള്ള ഇസ്മത്ത്. അതിനെ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.